വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചാണോ നിയമ ഭേദഗതി എന്ന് സംശയമുണ്ട്. ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കാനുള്ള നീക്കമാണോ എന്ന ആശങ്കയുണ്ട്. മതപരിവർത്തന നിയമവും ന്യൂനപക്ഷങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. ഭൂരിപക്ഷ മതങ്ങളിലേക്ക് പരിവർത്തനം നടത്തുമ്പോൾ കേസുകൾ ഉണ്ടാകാറില്ലെന്നും ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. ഇവിടെ അല്പമെങ്കിലും കുറേയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരികയാണ്. ഈ FCRA ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിത കോളേജുകളോ സ്കൂളുകളോ ആരാധനാലയങ്ങളോ ഒക്കെ ഏറ്റെടുക്കാനും പിന്നെ അത് വിൽക്കാനും, വിറ്റിട്ട് അതിൻ്റെ പണം മറ്റൊരു ഫണ്ടായിട്ട് രൂപീകരിക്കാനും ഒക്കെ ആയിട്ട് അവർ ഒരു നിയമം കൊണ്ടുവരികയാണ്. നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് വീണ്ടും ടാർഗറ്റഡ് ആകാനായിട്ട് പോകുന്നത് ന്യൂനപക്ഷങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മതപരിവർത്തന നിയമം വന്നാൽ കേസ് ആർക്കെതിരെയാണ്? ഒന്നോ രണ്ടോ മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ മാത്രമേ കേസുള്ളൂ. ഭൂരിപക്ഷ മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ കേസില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ നിയമങ്ങളൊക്കെ ബാധിക്കുന്നത് ചിലപ്പോൾ ന്യൂനപക്ഷങ്ങളെ മാത്രമാണ്. അഖിൽ കെയും YS അഭിനന്ദനും കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അഖിൽ കെയിലേക്കാണ് പോകുന്നത്. അഖിൽ കെ, FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്രത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്. തീർച്ചയായും വളരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ആർച്ച് ബിഷപ്പ് നടത്തിയിരിക്കുന്നത്. തറയിൽ പിതാവ് നടത്തിയിരിക്കുന്ന പ്രസ്താവനകളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി, ഒപ്പം തന്നെ ഈ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് കൂടിയുണ്ട് എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. കാരണം അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നിന്നും കൃത്യമായൊരു നടപടി അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. ഞങ്ങളോട് ആരും ഇക്കാര്യം ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഈ ഒരു സമയം, അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഇതിനു വേണ്ടി ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ സമയം തെരഞ്ഞെടുത്തത് ഇതിനുമേലൊരു ചർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ പ്രതിപക്ഷത്തുള്ള MP-മാരടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പലരും അവരുടെ നാട്ടുകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചർച്ചയോ ഇതിന്മേൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു രഹസ്യമായി തന്നെ ഇത് പാസ്സാക്കിയെടുത്തതുപോലെ അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഈ ബില്ല് വന്നത് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഈ ബില്ല് വന്നത് എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം, അതായത് ഈ ബില്ലിൽ നിന്നും പിന്നോട്ട് പോകണം എന്ന ആവശ്യം തന്നെയാണ് തറയിൽ പിതാവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ എല്ലാ സാധ്യതകളും ഞങ്ങൾ തേടും. പ്രധാനമന്ത്രിയായിട്ട് അടക്കം കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരങ്ങൾ പരിശോധിക്കുമെന്ന കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോഴും ഇതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വരാൻ സാധ്യത. അതിനെ ഒപ്പം ചേർത്ത് പറഞ്ഞ കാര്യമാണ് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേസെടുക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രമാണ്. ഭൂരിപക്ഷ മതങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപത.